ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വാഴയില കൊണ്ട് ഒരു അടയാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ പത്തിരിക്ക് കുഴയ്ക്കും പോലെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് ആദ്യം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഇനിയും ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പത്തിരിക്കൊക്കെ കുഴയ്ക്കും പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം കൈകൊണ്ട്. ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ആകുന്നത് വരെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. അത്യാവശ്യം ഇത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു വാഴയിലയുടെ പീസ് എടുത്ത് അതിലേക്ക് നമ്മൾ കുഴച്ച് മാറ്റി വെച്ച അരിപ്പൊടിയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കൈകൊണ്ട് പരത്തി കൊടുക്കാം. നമുക്കിനി ഇതിനുള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നെയ്യും തേങ്ങയുമായിട്ട് മിക്സ് ആകുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെൽ വരും. ഞാനിവിടെ 150 ഗ്രാം ശർക്കര 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കിയെടുത്തതിൽ നിന്ന് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളിനി മാറ്റി വെച്ച വാഴയിലയിലേക്ക് ഈ ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്ത് ഇതിൻ്റെ സെൻട്രലായി വെച്ച് കൊടുക്കാം. നമുക്കിതിങ്ങനെ മടക്കി കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു ഇഡലി പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ മാറ്റി വെച്ച ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ഇലയടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കരയൊക്കെ ഒലിച്ചു പോകാണ്ട് നന്നായി വന്നിട്ടുണ്ട് നമ്മുടെ ഇലയട. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.